പോകുന്നത് ഒരു പഴയ സ്കൂട്ടർ. പഴയ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സില്. അപ്പോൾ നമുക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. റെഡി? ഓക്കെ. ഇതാണ് കഴിഞ്ഞ 4 വർഷങ്ങളായി, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2016 അതിൻ്റെ അവസാനത്തെ ടെസ്റ്റിന് ശേഷം എല്ലാ പണിയെല്ലാം തീർത്ത് ഇവിടെ കൊണ്ടുവന്ന് വച്ചതിന് ശേഷം ഇവിടെ വിശ്രമിക്കുന്ന നമ്മുടെ 96 മോഡല് ബജാജ് ക്ലാസിക് സ്കൂട്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2015 പുതിയ സ്കൂട്ടർ വാങ്ങിയതിന് ശേഷം ഇതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതിൽ 2016 മുതൽ 4 വർഷമായി ഇവിടെ തന്നെ വിശ്രമത്തിലുമാണ്. നമുക്ക് നോക്കാം. ഫിസു വളരെ പ്രതീക്ഷയിലായിരുന്നു. ഓണത്തിൻ്റെ അവധിക്ക് വരുമ്പോൾ ഈ വണ്ടി എല്ലാം കഴുകി വൃത്തിയാക്കി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലും അത് കാണാൻ പറ്റുമെന്നൊക്കെ കരുതിയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ എന്നാൽ തിരുവോണവും ഔട്ടവും ചതയവും ഒക്കെ സാധാരണ കലണ്ടർ ദിവസങ്ങൾ പോലെ തന്നെ അങ്ങ് കടന്നുപോയി. ഞാൻ പറഞ്ഞ വാഗ്ദാനം അത് അങ്ങനെ തന്നെ അവശേഷിച്ചു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാറ്റൊക്കെയാണ് എടുത്ത് ഇവിടെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ സൈഡ് ഡോറൊക്കെ ഇളക്കി നമ്മൾ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ നോക്കണം. നമ്പർ പ്ലേറ്റ് എല്ലാം പൊടിഞ്ഞ് ഇരിക്കുക. എന്തായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് 1996 വണ്ടിയാണ്. അന്ന് ഉപ്പിയുടെ പേരിൽ പുതിയതായിട്ട് വാങ്ങിയതാണ് ഈ വണ്ടി. ഇപ്പോൾ ഇതിന് 24 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇതെല്ലാം ഇരുന്ന് കുറേ പൊടിഞ്ഞ് കുറേ തുരുമ്പെടുത്ത് ഇനിയിപ്പം സ്റ്റാർട്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. ഓയിലും പെട്രോളും ഒന്നും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കാം. ഒരു ദിവസത്തേക്കായിട്ട് വരികയും നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്കിപ്പോൾ ഒട്ടും സമയം കിട്ടത്തില്ല ഈ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കാനോ അതുകൊണ്ടൊന്നും. പിന്നെ ഉപ്പാണെങ്കിൽ മറ്റേ സ്കൂട്ടർ ഉള്ളത് കാരണം ഇത് ഉപയോഗിക്കാറുമില്ല. ഇപ്പം ഇത് കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വലിയ പാടായത് കാരണം ഇത് പിന്നെ ഗിയർ ഇടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ എടുത്ത് ഓടിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പം ഈ വണ്ടി അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഇരുന്നിരുന്ന് വണ്ടി എന്ത് ചെയ്യും, നശിച്ചു പോകും. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ എന്ത് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററൊക്കെ അയ്യോടാ ഇതൊക്കെ പോയോ. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഇന്നാൾ വരെ ഉണ്ടായിരുന്നു, അതെങ്ങനെ പോയെന്ന് അറിഞ്ഞിട്ട്. എന്തായാലും അതൊക്കെ പോയിട്ടുണ്ട്. ഇന്നിനിയിപ്പോൾ എന്തായാലും ഈ നേരം വൈകിയ സമയത്ത് ഇനി ഇങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നൊന്നും ഫിസുവിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കരുതിയത് ഇന്നിപ്പോൾ ഫിസുവിനൊരു സർപ്രൈസായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ കാര്യം ഒന്ന് നോക്കാമെന്നാണ്. അവിടെ നിൽക്ക്. ചെറിയ മഴയുണ്ട് കേട്ടോ. ഉണ്ട് നമുക്ക് നമ്മുടെ പഴയ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഫിസു എന്തായാലും ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലതവണയായി പറഞ്ഞ് അടുത്ത തവണ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച അവസാനം ഓണ അവധിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ഈ പഴയ സ്കൂട്ടർ ഒന്ന് ശരിയാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഇതുവരെയും നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഈ ശനിയാഴ്ച ഓണം കഴിഞ്ഞിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഇന്നിപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വളരെയധികം ഹാപ്പി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഓണത്തിൻ്റെ സമയത്ത് വന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പം ഇവിടെ പെയിൻറ്റിങ് ആയത് കാരണം കുറച്ച് പെയിൻറ്റ് കൂടി ഇതിൻ്റെ മുകളിൽ വീണിട്ടുണ്ട്. ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാ സ്റ്റാർട്ടാക്കാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കിതൊന്ന് എടുത്ത് വെളിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. സ്റ്റാൻഡൊക്കെ തരണം. ഇതിൻ്റെ ഇരിക്കുന്ന കോലം നമുക്കൊന്ന് നോക്കാം. ഇടയ്ക്ക് പെയിൻ്റൊക്കെ ചെയ്തപ്പം പെയിൻറ്റും ഒക്കെ വീണ് ഇത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ഇതെന്ന് പറയുന്നത് 96 മോഡൽ ബജാജ് ക്ലാസിക്കാണ് വണ്ടി. ബജാജ് ക്ലാസിക്കിൻ്റെ 1994 ഇറങ്ങിയ പരസ്യമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ പുത്തൻ വണ്ടി അന്ന് 96 അന്ന് ബജാജ് ക്ലാസിക് മാറിക്കേ ഇച്ചിരി കൂടെ നീക്കി. ആ സമയത്ത് 1994 ഇറങ്ങിയ
എലമൽ വെസ്പയുടെ വെസ്പ സെലക്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റായിരുന്നു. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേതക്ക് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതേ സെയിം പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടെ പുതിയ മോഡലായിട്ട് ഇറക്കിയ വണ്ടിയായിരുന്നു ബജാജ് ക്ലാസിക്. അല്ല, അതിൻ്റെ കിക്കർ ഇപ്പുറത്താണ്, ഇവിടെ ചവിട്ടിയാ ചേട്ടങ്ങൾ. ഇതിൻ്റെ സ്പീഡോമീറ്ററിനകത്ത് വല്ലതും കാണുന്ന നോക്കട്ടെ. സ്പീഡോമീറ്റർ നമുക്കൊന്ന് തുടച്ച് നോക്കാം. 49,168. ഇത് പക്ഷേ ഇതിൻ്റെ പിന്നെ കറക്റ്റായിട്ടുള്ള റീഡിങ് അല്ല. ഇത് 1,00,000 മുകളിലൊക്കെ വണ്ടി ഓടിയതാണ്. അതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ സ്പീഡോമീറ്റർ ഒന്ന് മാറിയായിരുന്നു നമ്മൾ. കേടായപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീഡോമീറ്റർ ഒന്ന് മാറ്റി. അതിന് ശേഷം ഓടിയതാണ് ഇത്രയും കിലോമീറ്റർ. അല്ലാതെ അതിന് മുമ്പുണ്ടായിരുന്ന കിലോമീറ്റർ അല്ല. എന്തായാലും ഒരു കാര്യം ചെയ്യും, മോള് ഇതൊന്ന് പിടിച്ചോ, ഈ മൊബൈല്. ഞാൻ ഈ വണ്ടി ഒന്ന് ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിടിച്ചോ കേട്ടോ. മാറ്റട്ടെ. ചിലപ്പോൾ ഇതിന് കുറേ പണിപ്പെടേണ്ടി വരും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതങ്ങ് വെളിയിലോട്ട് ഇറക്കി അപ്പുറത്ത് കൊണ്ട് നമ്മൾ ഷെഡിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ താക്കോൽ അവിടെ ഇരിക്കുകയാണ്. മോൻ പോയി താക്കോൽ ഞാൻ എടുത്തുകൊണ്ട് വരാമോ? ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. എന്തായാലും നമ്മുടെ കയ്യിൽ ഇവിടെ 2-3 താക്കോലുണ്ട്. ഇതിൻ്റെ 2016 ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അന്ന് നമ്മളിതിൻ്റെ ലോക്കൊക്കെ മാറ്റിയായിരുന്നു. അതിനുശേഷം പിന്നെ താക്കോൽ ഏതാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇതൊരെണ്ണം ബജാജിൻ്റെ ഇതുള്ള ഒരു താക്കോലാണ്. പിന്നെ വേറെ ഒരു ബ്ലാക്ക് പിന്നീട് നമ്മൾ ഈ മാറ്റിയതിൻ്റെ കാണണം. എന്തായാലും ഇപ്പം 3-4 താക്കോലുണ്ട്. ഇതിലേതെങ്കിലും ചിലപ്പോൾ സ്യൂട്ട് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നേ. നോക്കാം, എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. നോക്കാം. ഇതല്ല ബജാജിൻ്റെ ഇതല്ല. ബജാജിൻ്റെ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സീറ്റിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ ബജാജിൻ്റെ. എനിക്ക് അന്ന് ഓർമ്മയുള്ളത് ഇവിടെ സീറ്റിൻ്റെ ഇവിടെ ലോക്കുണ്ട്. അതന്നെ, ഇത് ഈ സീറ്റിൻ്റെ ലോക്കാണ്. അത് പോയിരിക്കുകയാണ്. അതിൻ്റെയാണ് ഈ താക്കോൽ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ നോക്കാം. ഇതൊരു പുതിയ താക്കോൽ പോലെ തോന്നുന്നു. അപ്പോൾ ഇതായിരിക്കും നോക്കാം. ഇത് തന്നെ അത് തന്നെ താക്കോൽ. അപ്പം എന്നാൽ ഇത് ആവശ്യമായി കൊടുത്തേക്കാം. ബാക്കി പറയാം. എന്നാലും കറക്റ്റ് താക്കോൽ നമ്മുടെ കിട്ടി. എന്നാലും നമുക്കിനൊന്ന് ഇറക്കി നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ പ്ലഗ് സ്പാനർ കാണാൻ നിങ്ങളെ കൊണ്ട് വഴിയാണ്. കാറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങോട്ട് മാറ്റി ബാമോനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്തായാലും നമുക്ക് നോക്കാം. ഇതിലൊക്കെ ചക്കാന്ന് തോന്നുന്നു. ഉരുളാനൊക്കെ ഇത്തിരി പാടാണ്. സാധാരണ അത്ര ഫ്രീ ആയിട്ട് ഉരുളുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ സീറ്റിൻ്റെ ഒക്കെ പോരുന്നുണ്ട്. ഞാൻ പിടിച്ചിട്ട് സ്ഥലമുണ്ടോ? എന്തായാലും ഇപ്പോഴത്തെ ലൈറ്റ് വെയിറ്റ് സ്കൂട്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അത്ര ഈസി അല്ല. കാരണം 118 കിലോ വെയിറ്റ് ഉണ്ട്. ഒരു സൈഡിലോട്ടാണ് എഞ്ചിൻ്റെ വെയിറ്റ് വരുന്നത്. എന്തായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പഴയ തുണിയൊക്കെ വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ആദ്യം അത് ഫിസു പറഞ്ഞത് ശരിയാണ്. പഴയതാണെങ്കിലും തുണി വെച്ചൊന്ന് തുടച്ചു കഴിഞ്ഞപ്പോൾ നല്ല പെയിൻറ്റിന് നല്ല തിളക്കമൊക്കെ കാണുന്നുണ്ട്. എന്തോ ഇത് പോയേ ഇതങ്ങ് ഇളകിപ്പോയി തുടച്ചപ്പോൾ.
ബജാജിൻ്റെ ബാഡ്ജ് അങ്ങാണായി. അത് കൈ പിടിച്ചോ, നമുക്ക് ഒട്ടിച്ച് വെക്കാം. കണ്ടോ? ക്ലീനാവുന്നുണ്ടല്ലേ? തുടച്ചപ്പം ചാട്ടാവും. പെട്രോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ ഇത് പിടിച്ചപ്പോൾ താക്കോലൊക്കെ കിട്ടി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അത് ഇതിനകത്ത് കുറേ നാളായില്ലേ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ടേ. ഇതിനകത്ത് ആദ്യം പെട്രോൾ ഉണ്ടോന്ന് ഇത് 2 സ്ട്രോക്ക് എഞ്ചിൻ ആയത് കാരണം പെട്രോളിനോടൊപ്പം തന്നെയാണ് 2T എഞ്ചിൻ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. പുതിയ വണ്ടികളെല്ലാം 4 സ്ട്രോക്ക് എഞ്ചിൻ ആയത് കാരണം അതിനകത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പെട്രോൾ മാത്രം അടിച്ചാൽ മതിയാവും. കാണാം അതിനകത്ത് ഒരു ശകലം പെട്രോളിൻ്റെ പെട്രോൾ ഉണ്ടോ? ഉണ്ട്, പെട്രോളുണ്ട്. പെട്രോളുണ്ട്. നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യം ഒന്ന് അടിച്ച് നോക്കാം. സ്റ്റാർട്ടായില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത പണി നോക്കാം. നോക്കാം. ചോക്ക് പിടിച്ച് വെച്ച് നോക്കേ. ചോക്കളായി കൈ പോകും. ചോക്കിൻ്റെ പിടി ഇളകി ഇനി പോരും. ഇനിയിപ്പോൾ ചോക്ക് വലിക്കാൻ പറ്റും. ചോക്ക് വലിക്കണമെങ്കിൽ പ്ലെയർ വല്ല ഉപയോഗിക്കും. പിന്നെ കാര്യം ചെയ്യും. വണ്ടിയുടെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മോനെ? ടൂൾ ബോക്സ് എടുത്തിട്ട് നമുക്ക് പ്ലെയർ ഇടാം. അപ്പോൾ നമുക്ക് പ്ലെയർ എടുത്തിട്ട് നമുക്ക് ആ ചോക്ക് ഒന്ന്, ചോക്കിൻ്റെ ആ നോബ് അങ്ങ് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്ക് പ്ലെയർ വെച്ചിട്ട് നമുക്ക് ആ ചോക്കൊന്ന് പിടിക്കാം. നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. ഞാൻ പിടിച്ചുതരാം. പെട്ടെന്നങ്ങ് പോകുന്നില്ലയോ? അല്ല, 2 വർഷത്തിൽ കൂടുതലായി ചെടി കയറി. അങ്ങനെ പിടിക്കണം. പഴയ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മൊത്തം പണിയും കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചാ പിടിച്ചോണേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ സൈഡൊന്ന് അഴിക്കാം. ഇതിൻ്റെ സൈഡൊന്ന് അഴിച്ചിട്ടേ സ്പാർക്കൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്ലഗൊക്കെ ഒന്ന് ചിലപ്പോൾ അഴിക്കേണ്ടി വരും. നോക്കാം. പറഞ്ഞോ. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ ഭാഗം ഒന്ന് അഴിക്കാം. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ കാർബറേറ്റർ ഇവിടാണ്. നമുക്കൊന്ന് അഴിക്കാം. അഴിക്കുന്നുണ്ട്. ഈ 2 സ്ക്രൂ ആണുള്ളത് കാർബറേറ്ററിൻ്റെ.
ഫിൽറ്ററിൻ്റെ അവസ്ഥയൊന്നും അറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. മനസ്സിലായി? അവിടെയും തുറക്കൂ. ഇവിടെ പെട്രോൾ ഇരിപ്പുണ്ടോ? ഇല്ലേ? ആയിരത്തി 1949 ബോംബെയിൽ സ്ഥാപിതമായ ഓട്ടോമൊബൈൽ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ API ഇറ്റാലിയൻ നിർമ്മാതാക്കളായ ലാംബ്രട്ടായുമായി ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി സ്കൂട്ടേഴ്സ് അസംബ്ലി ചെയ്തു തുടങ്ങി. ലാംബ്രട്ട എന്ന മോഡലായിരുന്നു ആ സ്കൂട്ടറുകൾ നിരത്തിലിറങ്ങിയിരുന്നത്. പിന്നീട് ലാംബ്രട്ട API സ്കൂട്ടേഴ്സ്, പിന്നീട് ലാംബ്രട്ടായും അതിന്റെ വിവിധ മോഡലുകളും 1970കളിൽ ലാംബി എന്ന മോഡൽ, 150, അങ്ങനെ പല മോഡലുകളുമായി നിരത്ത് വാണിരുന്ന കാലം. അതിനുശേഷം സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നീട് വിജയ് സൂപ്പർ, ലാംബ്രട്ടായിൽ നിന്ന് ലൈസൻസ് മൊത്തത്തിൽ വാങ്ങി അവർ സ്കൂട്ടേഴ്സ് ഇന്ത്യ വിജയ് സൂപ്പർ എന്ന മോഡൽ 70കളും 80കളും വിജയ് സൂപ്പറും ലാംബിയും സ്കൂട്ടറുകൾ വിൽക്കപ്പെടുകയുണ്ടായി. ഇവിടെ വലിക്കുമ്പോൾ ഇങ്ങനെ നോക്ക്, ഇവിടെ ഈ ചോക്ക് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇതുണ്ടോ, ഇതാണ് ചോക്ക് ഉണ്ടോ, ഇത് ഇങ്ങോട്ട് ഇതാണ് വരേണ്ടത് ഇങ്ങോട്ട് ഉണ്ടോ. ഇങ്ങോട്ട് കാണിരി, ആദ്യം ഇവിടെ കാണിരി. ഒടിഞ്ഞു പോയി. അത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഇനി അകത്തോട്ട് കാണിരും. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് വലിക്കുമ്പോൾ എൻ്റെ ഈ കേബിളാണ് അനങ്ങുന്നത് കണ്ടോ. അതായത് ഇതാണ് അതിൻ്റെ ചോക്ക്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ചോക്ക് അനങ്ങാത്തത് കൊണ്ട് ചോക്ക് ഇങ്ങനെ ഒന്ന് വലിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കിത് പതുക്കെ ഇങ്ങോട്ടൊന്ന് പുറകോട്ട് പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ പുറകോട്ട് പിടിച്ചിട്ടേ ചോക്ക് ഇതിങ്ങനെ പുറകോട്ട് വലിക്കണം. ഇത് വലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവിടുന്ന് ചോക്ക് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ വരാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇങ്ങനെ പിടിക്കാം തൽക്കാലം. ഉണ്ടോ, ചോക്ക് ഇങ്ങനെ നിൽക്കണം. മനസ്സിലായോ? ഇല്ല, സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് സ്റ്റാർട്ടാക്കാം, അങ്ങനെ നിൽക്കാം. ഇതാണ് അതിൻ്റെ പെട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള 2 നോബ്. ഇതിൻ്റെ കാർബറേറ്ററിൻ്റെ 2 നോബാണ്. ഇത് 2 എണ്ണമാണ്. ഇതിനകത്ത് കരട് കയറിയോ അല്ല അടഞ്ഞിരിക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ പെട്രോൾ ഇറങ്ങത്തില്ല. കണ്ടോ, ഇത് അഡ്ജസ്റ്റ്, ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ മൈലേജും ഒക്കെ തീരുമാനിക്കുന്നത് വണ്ടിയുടെ. ഇതിൻ്റെ കാർബറേറ്ററിൻ്റെ പെട്രോൾ ഇറങ്ങി വരുന്നതിൻ്റെ നോബാണ്. അതുകൊണ്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങോട്ട് കാണിച്ചേ, ഇതിൻ്റെ അറ്റത്ത് നമ്മുടെ ഒരു ചെറിയ ഹോളുണ്ടോ, ഒരു ഹോളും മറ്റു സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൂടെയാണ് ഈ പെട്രോൾ. ഞാനൊന്ന് ഊതി ഇടാം. ഇല്ലേ, അത് മറിഞ്ഞു വീഴും. പെട്രോളിൻ്റെ ചവയുണ്ട്. ഇതാണ് അതിൻ്റെ പെട്രോൾ ഇറങ്ങി വരുന്ന ഇത് സംഭവം. മനസ്സിലായോ? അത് നമുക്കൊന്ന് ലൂസ് ചെയ്ത് വെക്കാം തൽക്കാലം. ഇച്ചിരി കൂടുതൽ പെട്രോൾ ഇറങ്ങേണ്ടി വരും, കാരണം കുറച്ച് നാളുകൊണ്ട് എൻജിൻ വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടേ. മനസ്സിലായോ? പെട്രോൾ കുറച്ചുണ്ട്. ഇതിൻ്റെ ശകലം നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യുന്നില്ല, ഒരു ശകലം ഒന്ന് ലൂസ് ചെയ്ത് വെക്കാം ഈ നട്ട്. അതുപോലെ തന്നെ ഇതും ഒരു ശകലം ഒന്ന് ലൂസ് ചെയ്ത് വെക്കണേ. നമുക്ക് സ്റ്റാർട്ടായി കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പം അത് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ എയർ ഫിൽറ്റർ വേണമെന്നില്ല ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എയർ ഫിൽറ്റർ അവിടെ ഇരിക്കട്ടെ, മറിക്ക്. അതുപോലെ തന്നെ ഇതാണ്ട് ഈ കാണുന്ന ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളാണ്. അവിടെ പിടിച്ചോണേ. അതുകൊണ്ട് ഈ കാണുന്നത് ഇതിൻ്റെ അകത്തോട്ടുണ്ടോ, ഈ കാണുന്നത് ഇതിൻ്റെ ആക്സിലേറ്ററാണ്. അതായത് നമ്മളിവിടെ ആക്സിലേറ്ററിൽ പിടിക്കുമ്പോൾ ഉണ്ടോ, അനങ്ങുന്നുണ്ടോ? അനങ്ങുന്നത് കണ്ടോ, ഇവിടെ ഉണ്ടോ, ഇങ്ങോട്ട് കാണിയില്ലേ, ഇവിടെ ഇതിൻ്റെ ഈ ആക്സിലേറ്റർ ഇവിടെ തിരിക്കുമ്പോഴാണ് അവിടെ അങ്ങോട്ട് കാണിയില്ല. ഇവിടെ തിരിക്കുമ്പോഴാണ് അവിടെ അത് അനങ്ങുന്നത് കണ്ടോ. ആ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്നത് അവിടെയാണ്. മനസ്സിലായോ? നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇതെല്ലാം കൂടെ പറക്കി ഇങ്ങോട്ട് വെച്ചിട്ട് ഈ സ്ക്രൂ എല്ലാം കൂടെ കളഞ്ഞു പോകാതെ ഇതും
ഇതിൻ്റെ എയർ ഫിൽറ്ററും ഈ സാധനം കൂടെ ഇവിടെ മാറ്റി വെക്കാം. വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിന് മുമ്പായിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ സ്പാർക്ക് വരുന്നുണ്ടോ നോക്കാം. ഉണ്ടോ കറണ്ടേ, ഇവിടെ കറണ്ട് വരുന്നുണ്ടോ നോക്കണം. ആദ്യം ഇതിൻ്റെ പോയിൻ്റൊക്കെ ഈ പോയിൻ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ചിരണ്ടി നമുക്കൊന്ന് വൃത്തിയാക്കാം. കാണാമല്ലോ ഇപ്പോൾ ഒരുമാതിരി ക്ലീൻ ആയിട്ടുണ്ട്. കോൺടാക്റ്റ് കിട്ടത്ത രീതിയിലാണ്. ഇനി നമുക്കിവിടെ സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് അടിക്കുമ്പോൾ ഇച്ചിരി പുറകോട്ട് മാറ്റി പോയിക്ക്. ഉണ്ടോ ഇതിനകത്ത് സ്പാർക്ക് വരുന്നുണ്ട്. ഉണ്ടോ ഇപ്പുറത്തോ? ഓ കറണ്ട് അടിച്ചു. സൂക്ഷിച്ച് ഉണ്ടോ? ഉണ്ടോ? ഇത് നമുക്ക് ഇവിടോട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കൊന്ന് അടിച്ച് നോക്കാം. ആണോ? ഇപ്പുറത്താ, ഇവിടെ നിന്ന് ഇതേ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സംഗതി ഇങ്ങോട്ട് വലിച്ചു വെക്കണം. വെച്ചില്ലായിരുന്നു. ഇനിയിപ്പം പാടാണ്. ഒരു കാര്യം ചെയ്യും, ഒരു ചണ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഇവിടുന്ന് ഒരു ചണയ വല്ലതും എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് കെട്ടാം. നോക്കട്ടെ. ഇതാണ് നമ്മുടെ ചോക്ക്. ആ ചോക്ക് നമുക്ക് ഇങ്ങോട്ട് തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് തൽക്കാലം ഒന്ന് പിടിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഉടക്കി വെക്കാം. എന്നിട്ട് ഇത് കമ്പി വെച്ചിട്ട് തൽക്കാലം നമുക്ക് ഇവിടോട്ട് ഒന്ന് കെട്ടി വെക്കാം. അവിടെ ഇരുന്ന ഒരു എർത്ത് കമ്പിയാണ്. തൽക്കാലം അതിങ്ങോട്ട് എടുത്താൽ അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി ഇങ്ങോട്ട് പുറകോട്ട് ടൈറ്റായിട്ട് നിൽക്കട്ടെ. അത്ര നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും സ്പാർക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുറകോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലാംബ്രട്ടയും ലാംബിയും വിജയ് സൂപ്പറും കളം നിറഞ്ഞിരുന്ന സ്കൂട്ടർ വിപണിയിലേക്ക് 1960കളിൽ തന്നെ എലമലും ബജാജും കടന്നു വന്നതോടുകൂടി മത്സരം കനത്തു. പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനാകാതെ ലാംബിയും വിജയ് സൂപ്പറും വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ പിയാജിയോയിൽ നിന്ന് ലൈസൻസോടുകൂടി എലമലും ബജാജും തമ്മിൽ നേരിട്ടായി മത്സരം. എലമൽ വെസ്പയും എൻവിയുമായും ബജാജ് സൂപ്പറും കബും 150യുമായും സ്കൂട്ടർ മത്സരം കനത്തു. എന്നാൽ 1972 മഹാരാജ റാണ പ്രതാപിന്റെ വിശ്വസ്തനായ പടക്കുതിര ചേതക്കിന്റെ പേരിലിറങ്ങിയ ബജാജ് സ്കൂട്ടർ ഇന്ത്യക്കാരുടെ മുഴുവനും വിശ്വസ്തനായ പടക്കുതിരയായി അടുത്ത 1/4 നൂറ്റാണ്ട് കാലം സ്കൂട്ടർ വിപണി അടക്കി വാണു. കടുത്ത പ്രതിയോഗിയായി അപ്പോഴും എലമൽ വെസ്പയുമായി കളത്തിലുണ്ടായിരുന്നു. 1993-94 കാലഘട്ടത്തിൽ വെസ്പ സിലക്റ്റിലൂടെ ഒരു വലിയ മുന്നേറ്റം നടത്തി. വെസ്പ സെലക്ട് ഒരു ഇൻസ്റ്റന്റ് ഹിറ്റായി മാറി. ചേതക്കിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രം വെസ്പയെ ചെറുക്കുവാനാകാതെയായി ബജാജ്. അങ്ങനെ വെസ്പയെ നേരിടുന്നതിന് വേണ്ടി 1994 ചേതക് പ്ലാറ്റ്ഫോമിൽ സിംഗിൾ സീറ്റ് സഹിതം ഒരു പുതിയ ചേതക് അവതരിപ്പിച്ചു. പുതിയ ശൈലിയിലുള്ള സ്കൂട്ടറിന് ബജാജ് ക്ലാസിക് എന്നായിരുന്നു പേര്. 2000 ആണ്ടിന് ശേഷം 4 സ്ട്രോക്കിൻ്റെ പതനത്തോടുകൂടി ആ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ചേതകിൻ്റെയും ക്ലാസിക്കിൻ്റെയും നിർമ്മാണം 2002 ബജാജ് അവസാനിച്ചു. നമുക്ക് സാധാരണ
കാണാമല്ലോ, കിട്ടുമല്ലോ ഇച്ചിരി പുറകോട്ട് വന്നത്. ഇനി നമുക്ക് സാധാരണ ബജാജിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടി അനുസരിച്ച് നമുക്കൊന്ന് ചരിച്ചിട്ട് അയ്യോ ശ്വാസം വിടാൻ വേണ്ടി ഒരു അടവെടുത്താണെന്ന് പറയാൻ പറ്റും. ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ കുറേ നേരം പരിപാടി നടത്തി നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചരിച്ച് കിടത്തിയിട്ട് പെട്രോളൊക്കെ അതിനകത്ത് കുറച്ചുണ്ട്. എൻജിനും കാർബറേറ്ററും എല്ലാം വലതുവശത്തായത് കാരണം വണ്ടി സ്റ്റാർട്ടാകാൻ താമസം വന്നു കഴിഞ്ഞാൽ പണ്ട് 90കളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ബജാജ് സ്കൂട്ടർ വലതുവശത്തേക്കൊന്ന് ചരിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ പിടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നത്. അപ്പോഴേക്കും പെട്രോൾ ടാങ്കിൽ നിന്നും പെട്രോൾ കാർബറേറ്ററിലേക്ക് എൻജിനിലേക്കും ഒക്കെ ആ സൈഡിലേക്ക് എത്താനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും. എന്തായാലും സ്റ്റാർട്ട് ആക്കിയിരിക്കും. ആദ്യം സ്റ്റാൻഡ് വെച്ചിരുന്നതാണ് കുളമായി. ചെറിയ ഹോള് വന്നു. ഇത് നല്ലൊരു എക്സർസൈസാണ്. ഇത്തരം വണ്ടികളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കാലിൻ്റെ മസിലിനൊക്കെ നല്ല ബലവും അതുപോലെ തന്നെ നല്ലപോലെ ശ്വാസം എടുക്കാനുള്ള കഴിവും ഒക്കെ കിട്ടും. കാരണം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കുഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും വളരെ നല്ലൊരു എക്സർസൈസാണ്. അതെന്തുവാ? നട്ടേ കാർബറേറ്ററിൻ്റെ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എയർ ഫ്ലോ കുറച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. എന്തായാലും ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറോളമായി. സന്ധ്യയായി, ഇരുട്ട് വീടും, വെട്ടമില്ല, ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല ഇതുവരെയും. ഒന്നുകൂടെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ലക്ഷ്യം. ഇനിയൊരു ശ്രമം നടത്താവുന്നത് സ്പാർക്ക് പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സ്പാർക്ക് പ്ലഗ് അഴിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലഗ് സ്പാനർ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ്. എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിനകത്ത് കരി കയറാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് തൽക്കാലം അത് വിടുകയാണ്. എന്തായിരുന്നു കഴിഞ്ഞാലും ഒരുമാതിരി ക്ഷമയുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കാൻ പാകവണ്ണമുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അത്രമാത്രം കിക്കറിൽ അടിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാലും നമ്മളങ്ങനെ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. ഒരുപാട് എയർ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ പ്രശ്നമാകും. അതുകൊണ്ട് ഒന്നുകിൽ എയർ ഫിൽറ്റർ തിരിച്ചിടുകയോ അല്ലെങ്കിൽ നമ്മളത് ഒന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുകയോ വേണം. ഒന്ന് വെച്ചിട്ട് കാരണം ഇത് കുറച്ച് കൈ കൊണ്ടൊന്ന് ക്ലോസ് ചെയ്തിരിക്കുക. ഇത്രത്തോളം എയർ ഇനിയിപ്പോൾ എടുക്കത്തില്ല. ഇത്രയും ശകലം അടച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് നോക്കാം. അങ്ങനെ ഒടുവിൽ അത് വിജയിച്ചു കഴിഞ്ഞു. കാർബറേറ്ററിലേക്കുള്ള എയർ ഇൻടേക്ക് എയർ ഫിൽറ്റർ മാറ്റിയിട്ട് നമ്മൾ അവിടെ കൈ കൊണ്ടൊന്ന് അടച്ചു പിടിച്ചൊരു നിയന്ത്രണം കൊടുത്തുകൊണ്ട് എയർ ഇൻടേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒടുവിൽ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ. നല്ല പുക കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുകയായി. എന്തായാലും ഇങ്ങോട്ട് കാണിച്ച് ഒരു പ്രാവശ്യം സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും സ്റ്റാർട്ടാക്കി നോക്കി പക്കായിട്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കി. പുക ഒരുപാട് അടിക്കുന്നുണ്ടോ? ഭയങ്കര പുക. എന്തായാലും 3-4 വർഷം പഴക്കമുള്ള ഓയിലും പെട്രോളും ഒക്കെ കത്തിയതിൻ്റെ പുകയാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം വണ്ടി. അവിടുന്ന് മാറിയ ഭയങ്കര പുക. സിറ്റ് ഔട്ടിലിരിക്കുന്ന സ്റ്റാർട്ടായി. ഇവിടെ നിന്ന് എടുക്ക് മോൻ, അടിഞ്ഞെടുക്കും എടുത്തോ. അപ്പം 6 വർഷത്തിന് ശേഷം 2016 4 വർഷത്തിന് ശേഷം ഈ വണ്ടി ആദ്യമായിട്ട് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് നല്ല കുറവാ. സന്ധ്യയായി.
സാരമില്ല, എന്നാലും നമ്മൾ ഇത്രയും കുഴഞ്ഞിട്ടാണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചോക്ക് വലിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ, കമ്പി വെച്ച് വലിച്ചു വെച്ച് കെട്ടിയിരിക്കുക. എന്നാൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം, ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കാം. ഫ്രണ്ടിൽ എയർ ഉണ്ട്, ബാക്കിൽ എയർ കുറവാണ് നമുക്ക്, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ. എടുക്കുന്നില്ല, അതിനുള്ള പവർ വരുന്നില്ല. നോക്കാം. സ്റ്റാർട്ടാവുന്നില്ല. ഒരു കാര്യം, പെട്രോൾ കുറവാണ്. എന്തായാലും അതിപ്പോൾ പമ്പിലോട്ട് കൊണ്ടുപോയി നമുക്ക് അടിക്കാം. പെട്രോളും ഓയിലും അടിക്കണം. സ്ക്രൂ ഡ്രൈവറിങ് എടുത്ത് സ്ക്രൂ ഡ്രൈവറിങ് എടുത്തുണ്ട്. അത് അവിടെ ഇരിക്കുന്നു പോലെ ആ ബോക്സിൻ്റെ, ആ സ്കൂട്ടറിൻ്റെ ബോക്സ് കൊണ്ട് അവിടെ ഇരിക്കുന്നു. വണ്ടി ഇപ്പം എന്തായാലും വീണ്ടും എടുത്തപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. നമുക്കതിൻ്റെ ചോക്ക് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഗിയറിലായപ്പോഴത്തേക്ക് പവർ കിട്ടിയില്ല. എയർ ഫിൽറ്റർ അങ്ങിടാം. നല്ല പുക കേട്ടോ, ഭയങ്കര പുക അടിക്കുന്നുണ്ട്. നമുക്കപ്പം ഒരു കാര്യം ചെയ്യാം, പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് അങ്ങ് ഇടാം. നമുക്ക് കുറച്ച് എയർ കുറച്ച് ഫിൽറ്റർ ചെയ്ത് വരുന്നുണ്ട്, കുറച്ച് പുക കുറയും. അപ്പോൾ നാളെ നമുക്കിതൊന്ന് തേച്ച് പിടിക്കുന്ന വൃത്തിയാക്കി എൻജിൻ ഓയിലൊക്കെ ഒന്ന് മാറി പുതിയ പെട്രോളൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി നമുക്ക് നാളെ നല്ല ഒരു വിശദമായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക,